നടൻ ദിലീപിനെതിരെ ആക്രമണത്തിനിരയായ നടി. ദിലീപിന്റെ പരാമർശം വേദനിപ്പിച്ചെന്ന് നടി. വേണ്ടി വന്നാൽ ദിലീപിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും നടി പറഞ്ഞു. പോലീസ് വിലക്കിയതുകൊണ്ടാണ് ഇതുവരെ പ്രതികരിക്കാതിരുന്നതെന്നും നടി വ്യക്തമാക്കുന്നു. കൊച്ചിയിൽ ആക്രമണത്തിന് ഇരയായ നടി ആദ്യമായാണ് വിഷയത്തിൽ പ്രതികരിക്കുന്നത്. പരസ്യമായുള്ള ചർച്ച കേസന്വേഷണത്തെ ബാധിക്കുമെന്നതിനാലാണ് ഇതുവരെ പ്രതികരിക്കാതിരുന്നതെന്ന് പ്രസ്താവനയിൽ നടി പറയുന്നു. കേസ് ഒതുക്കി തീർത്തു എന്ന പ്രചാരണം ശരിയല്ല. കേസന്വേഷണം ഭംഗിയായാണ് മുന്നോട്ടു പോകുന്നതെന്നും പോലീസിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും നടി വ്യക്തമാക്കി. പുറത്തു കേൾക്കുന്ന പേരുകാരാണ് സംഭവത്തിന് പുറകിലെന്ന് പറയാനുള്ള തെളിവുകൾ തന്റെ കൈവശമില്ല. അവരല്ല എന്നു പറയാനുള്ള തെളിവുകളുമില്ല. താനും കേസിലെ പ്രതിയായ പൾസർ സുനിയും സുഹൃത്തുക്കളാണെന്നും സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നും ഒരു നടൻ പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടു. ഇത്തരം അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ആവശ്യമെങ്കിൽ നിയമ നടപടി കൈക്കൊള്ളും. തന്റെ മനസാക്ഷി ശുദ്ധമാണെന്നും ആരെയും ഭയമില്ലെന്നും ഏതന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്നും പ്രസ്താവനയിലുണ്ട്. തെറ്റു ചെയ്തവർ നിയമത്തിനു മുന്നിൽ വരണമെന്നും സത്യം തെളിയുമെന്നും പറഞ്ഞാണ് പ്രസ്താവന അവസാനിക്കുന്നത്. ആക്രമണത്തിന് ഇരയായ നടി മാധ്യമ ചർച്ചകളിലെ പ്രസ്താവനകളിന്മേൽ നിയമ നടപടികളിലേക്ക് കടക്കുന്നത് വരും ദിവസങ്ങളിൽ കേസിനെ പുതിയ ദിശയിലേക്ക് നയിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ആക്രമിക്കപ്പെട്ട നടിക്കെതിരായ പരാമർശങ്ങൾക്കെതിരെ സിനിമാ രംഗത്തെ വനിതാ പ്രവർത്തകരുടെ കൂട്ടായ്മയായ വുമൺ കളക്റ്റീവ് അതിക്രമത്തിനെ അതിജീവിച്ച ആളെ അപമാനിക്കുകയും തരം താഴ്ത്തുകയും ചെയ്യുന്ന തരത്തിലുണ്ടായ അഭിപ്രായ പ്രകടനങ്ങൾ നിയമവിരുദ്ധവും അങ്ങേയറ്റം അപലപനീയവുമാണെന്ന് വുമൺ കളക്റ്റീവ് ചൂണ്ടിക്കാട്ടുന്നു. ചലച്ചിത്ര പ്രവർത്തകർ ഇരയ്ക്കെതിരെയുള്ള അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും വുമൺ കളക്റ്റീവ് ഫേസ്ബുക്കിൽ ആവശ്യപ്പെട്ടു. കൊച്ചിയിൽ അതിക്രമത്തിനിരയായ നടിക്ക് പിന്തുണ നൽകിക്കൊണ്ട് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സിനിമാ രംഗത്തെ വനിതാ കൂട്ടായ്മ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകയ്ക്ക് നേരെയുണ്ടായ അതിക്രമവുമായി ബന്ധപ്പെട്ട കേസ് കോടതി നടപടികളുടെ പ്രാഥമിക ഘട്ടത്തിലാണ്. ഈ സന്ദർഭത്തിൽ അതിക്രമത്തിനെ അതിജീവിച്ച ആളെ അപമാനിക്കുകയും തരം താഴ്ത്തുകയും ചെയ്യുന്ന തരത്തിലുണ്ടായ അഭിപ്രായ പ്രകടനങ്ങൾ നിയമവിരുദ്ധവും അങ്ങേയറ്റം അപലപനീയവുമാണ്. 2013 വർമ്മ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ചതിനു ശേഷം ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നവരെ പരസ്യമായി അധിക്ഷേപിക്കുന്നതോ അവരുടെ പേര് വെളിപ്പെടുത്തുന്നതോ അവരെ തരം താഴ്ത്തി സംസാരിക്കുന്നതോ അവർക്ക് നേരെയുണ്ടായ അതിക്രമത്തെ റദ്ദാക്കുന്ന തരത്തിൽ സംസാരിക്കുന്നതോ ലഘുവായതോ അവഗണിക്കാവുന്നതോ ആയ പ്രവൃത്തിയല്ല. കോടതിയുടെ പരിഗണനയിലുള്ള കേസിലെ വാദിയായ വ്യക്തിയെ അപമാനിക്കുന്നതും അധിക്ഷേപിക്കുന്നതും ഇന്ത്യൻ നിയമവ്യവസ്ഥയോടും ഭരണഘടനയോടുമുള്ള വെല്ലുവിളിയാണ്. അതിക്രമത്തെ അതിജീവിച്ച വ്യക്തിയെ സംശയമുനയിൽ നിർത്തുന്നത് മാപ്പർഹിക്കുന്ന പ്രവൃത്തിയുമല്ല. ഇത്തരത്തിൽ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള എല്ലാത്തരം പ്രസ്താവനകളെയും പ്രവൃത്തികളെയും വിമൺ ഇൻ സിനിമ കളക്റ്റീവ് അപലപിക്കുന്നു. ഇത് നിയമവിരുദ്ധവും ഭരണഘടന ഉറപ്പുവരുത്തുന്ന മനുഷ്യ അവകാശങ്ങളുടെ ലംഘനവുമാണെന്നിരിക്കെ പൊതുജനം, പ്രത്യേകിച്ച് ചലച്ചിത്ര പ്രവർത്തകർ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിൽ നിന്ന് ദയവായി വിട്ടുനിൽക്കണമെന്നും ഫേസ്ബുക്ക് പേജിൽ ആവശ്യപ്പെടുന്നു. കൊച്ചിയിൽ അതിക്രമത്തിനിരയായ നടിക്ക് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്തെത്തിയിട്ടുണ്ട്. ഇല്ല, അത്രയും പേര് പറയാൻ പാടില്ല. ആരാണ് ഇരകളുടെ പേര് പറയാൻ പാടില്ല. തീർച്ചയായിട്ടും അങ്ങനെ പറയുന്നതിന്റെ പേരിൽ ഗവൺമെന്റ് നടപടി എടുക്കേണ്ടത് തന്നെയാണ്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിയും കേസിലെ മുഖ്യപ്രതിയുമായ പൾസർ സുനിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് താൻ പറഞ്ഞിട്ടേയില്ലെന്ന് നടനും സംവിധായകനുമായ ലാൽ. നടൻ ദിലീപ് തന്റെ വാക്കുകൾ തെറ്റിദ്ധരിപ്പിച്ചതാകാമെന്നും ലാൽ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ഒന്നുമില്ല, ദിലീപ് പറഞ്ഞിരിക്കുന്നതിന്റെ മനസ്സിലാക്കിയതിന്റെ കുഴപ്പമാകാനാണ് ചാൻസ്. കാരണം അവൾക്കും ഇവനും തമ്മിൽ അവർ പരിചയക്കാരായിരുന്നു പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുമില്ല. അവർ കണ്ടിട്ടുണ്ട്, പരിചയമുണ്ട്. കാരണം തീർച്ചയായിട്ടും ആ പടത്തിന് വേണ്ടിയിട്ട് ഓടിയിട്ടുള്ള വണ്ടിയാണ്, എന്റെ ഡ്രൈവറാണ്. ഗോവയിൽ ഷൂട്ടിങ്ങിന്, ഒരു ദിവസത്തെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ ആപ്പാടെ പോയിരുന്ന വണ്ടിയും സുനി ഓടിച്ച വണ്ടിയായിരുന്നു. സ്വാഭാവികമായിട്ടും അവർ തമ്മിൽ കണ്ടിട്ടുണ്ടാവും, പരിചയമുണ്ടാവും. അത്രേ ഉള്ളൂ. ആ പരിചയമാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ അവർ സുഹൃത്തുക്കളാണെന്നോ മുൻകാല സുഹൃത്തുക്കളാണെന്നോ അതിനർത്ഥം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയുടെ മൊബൈൽ ഫോൺ വിളിയിൽ അന്വേഷണം ഊർജിതമാക്കി കാക്കനാട് ജില്ലാ ജയിൽ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലാണ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയത്. അതേസമയം പൾസർ സുനിയുടെ കത്തിൻ്റെയും ദിലീപിൻ്റെ പരാതിയുടെയും അടിസ്ഥാനത്തിലെടുത്ത മൊഴിയിൽ നടി താൻ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. നാളെ കൊച്ചിയിൽ നടക്കുന്ന താരസംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിലും വിഷയം ചർച്ചയാകും. ശമ്പള വർധനവ് വിഷയത്തിൽ സ്വകാര്യ നഴ്സുമാർ ലേബർ കമ്മീഷണറുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. സർക്കാർ തലത്തിൽ ചർച്ചകൾ തുടരുമെന്ന് ലേബർ കമ്മീഷണർ അറിയിച്ചു. നഴ്സുമാരുടെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്നും സർക്കാർ വിജ്ഞാപനമിറക്കട്ടെ എന്നുമാണ് മാനേജ്മെൻറ്റുകളുടെ നിലപാട്. മന്ത്രിയുമായുള്ള ചർച്ച വരെ പണിമുടക്ക് സമരം നടത്തില്ലെന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനും വ്യക്തമാക്കി.
അടിസ്ഥാന ശമ്പളം 22,000 രൂപയാക്കണമെന്നതായിരുന്നു സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ ആവശ്യം. എന്നാൽ ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ തുടർന്നുള്ള മൂന്നാമത്തെ ചർച്ചയിലും സ്വീകരിച്ചത്. ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ സമവായത്തിലെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഇനിയുള്ള ചർച്ചകൾ സർക്കാർ തലത്തിൽ നടത്താൻ തീരുമാനിച്ചത്. 30% കൂടുതൽ ശമ്പള വർധനവ് നൽകാൻ സാധിക്കില്ലെന്നും അടിസ്ഥാന ശമ്പള ഉപദേശക സമിതിയുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് സർക്കാർ വിജ്ഞാപനമിറക്കട്ടെ എന്ന നിലപാടാണ് മാനേജ്മെന്റുകൾ സ്വീകരിച്ചത്. 30 കൂടുതൽ കൊടുക്കാൻ പാടില്ല, കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആശുപത്രികളുടെ യോഗം എടുത്ത തീരുമാനം. അപ്പം അതിനപ്പുറം പോകാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല. നോട്ടിഫിക്കേഷൻ വന്നാൽ, മിനിമം വേജ് നോട്ടിഫിക്കേഷൻ വന്നാൽ അത് നടപ്പാക്കാൻ ഇവിടുത്തെ എല്ലാ ആശുപത്രികളും ബാധ്യസ്ഥരാണ്. മന്ത്രിതലത്തിൽ നടക്കുന്ന ചർച്ച വരെ പണിമുടക്ക് സമരം നടത്തില്ലെന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ വ്യക്തമാക്കി. എന്നാൽ മറ്റ് പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകും. UNA സംസ്ഥാന പ്രസിഡന്റ് ജാസ്മിൻ ഷാ മന്ത്രിയുടെ യോഗം വരെ പണിമുടക്കിയുള്ള സമരത്തിൽ നിന്ന് പിന്മാറാം എന്നുള്ളൊരു ഉറപ്പ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ തൃശ്ശൂരിൽ നടക്കുന്ന സമര പരിപാടികളുമായിട്ട് UNA മുന്നോട്ട് പോകും. സർക്കാർ സ്വന്തം നിലക്ക് ഒരു ശമ്പള പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അത് പ്രഖ്യാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ലേബർ കമ്മീഷനും അറിയിച്ചിട്ടുള്ളത്. നിലവിൽ 8,500 മുതൽ 9,500 രൂപ വരെയാണ് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർക്ക് ലഭിക്കുന്ന ശമ്പളം. മന്ത്രിതല ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ പണിമുടക്ക് സമരത്തിൽ നിന്നും പിന്നോട്ടു പോകില്ലെന്ന നിലപാടിലാണ് നഴ്സുമാർ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആധാർ ലഭിക്കാത്തവർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ നിഷേധിക്കരുതെന്ന് സുപ്രീം കോടതി. അതേസമയം സാമൂഹികക്ഷേമ പദ്ധതികൾക്ക് ആധാർ നിർബന്ധമാക്കിയ കേന്ദ്ര ഉത്തരവിന് കോടതി സ്റ്റേ അനുവദിച്ചതുമില്ല. സെപ്റ്റംബർ 30 വരെ ആധാറുമായി ബന്ധിപ്പിക്കാൻ സമയം നീട്ടി നൽകിയ സാഹചര്യത്തിലാണ് സ്റ്റേ അനുവദിക്കണമെന്ന ആവശ്യം കോടതി നിരാകരിച്ചു. സാമൂഹികക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ഗ്യാസ് സബ്സിഡി എന്നിവയ്ക്ക് ആധാർ നിർബന്ധമാക്കിയ കേന്ദ്ര സർക്കാർ ഉത്തരവ് ചോദ്യം ചെയ്ത് സാമൂഹ്യ പ്രവർത്തകർ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ വാക്കാലുള്ള ഉത്തരവ്. ആധാർ ലഭിക്കാത്തവർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ നിഷേധിക്കരുതെന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി എന്നാൽ നിലവിലെ സർക്കാർ ഉത്തരവിൽ ഇടക്കാല സ്റ്റേ അനുവദിക്കുന്നില്ലെന്നും അറിയിച്ചു. നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നവർക്ക് ആധാറുമായി ബന്ധിപ്പിക്കാൻ സെപ്റ്റംബർ 30 വരെ സമയം നീട്ടി നൽകിയ സാഹചര്യത്തിലാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചത്. നേരത്തെ ജൂൺ 30 വരെയായിരുന്നു ഇതിനനുവദിച്ചിരുന്ന സമയം. കേസ് ജൂലൈ 7 വീണ്ടും പരിഗണിക്കും. ക്ഷേമ പദ്ധതികളിൽ ഇല്ലാത്തവരും അനർഹരുമായ ധാരാളം ആളുകൾ ആനുകൂല്യം പറ്റുന്നുവെന്നും ഇത് നിയന്ത്രിക്കാൻ ആധാറുമായി ബന്ധിപ്പിക്കേണ്ടത് അനിവാര്യമെന്നുമായിരുന്നു കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചത്. പാവപ്പെട്ടവന്റെ ഉന്നമനത്തിനായി മാറ്റിവെക്കുന്ന ഓരോ രൂപയിലും 15 പൈസ മാത്രമേ അവരിലേക്ക് എത്തിച്ചേരുന്നുള്ളൂ എന്ന മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ വാക്കുകൾ ഉദ്ധരിച്ച് ആധാറിലൂടെ മാത്രമേ ഈ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാനാകൂവെന്നും ജസ്റ്റിസ് AK സിക്രി, അശോക് ഭൂഷൺ എന്നിവർ അധ്യക്ഷരായ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. നേരത്തെ പാൻ കാർഡിനും ആദായനികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിനും ആധാർ നിർബന്ധമാക്കി ഉത്തരവ് സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി വിസമ്മതിച്ചിരുന്നു. എന്നാൽ നിലവിൽ ആധാർ ഉള്ളവർ മാത്രം പാൻ കാർഡും ആദായനികുതി റിട്ടേൺ സമർപ്പിക്കുന്നതുമായി ബന്ധിപ്പിച്ചാൽ മതിയെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ആധാർ ലഭിക്കാത്തവർക്കും സാമൂഹ്യക്ഷേമ പദ്ധതികൾ നിഷേധിക്കരുതെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. വാർത്തകളിലേക്ക്. കശ്മീർ അതിർത്തിയിൽ അശാന്തി തുടരുന്നതിനിടെ ഇന്ത്യ ചൈന അതിർത്തിയിലും സംഘർഷം രൂക്ഷമാകുന്നു. ഇന്ത്യൻ സൈന്യം അതിക്രമിച്ചു കടന്നു എന്നാരോപിച്ച് ടിബറ്റിലേക്കുള്ള പ്രവേശന കവാടമായ നാഥുല പാസ് ചൈന അടച്ചു. ഇതോടെ കൈലാസ് മാനസ സരോവർ തീർത്ഥയാത്ര പൂർണ്ണമായും നിലച്ചു. ഇന്ത്യൻ സൈന്യത്തിന്റെ 2 ബങ്കറുകൾ ചൈനീസ് പട്ടാളം തകർത്തതായും റിപ്പോർട്ടുണ്ട്. കാശ്മീർ അതിർത്തിയിൽ അശാന്തി തുടരുന്നതിനിടെ ഇന്ത്യ ചൈന അതിർത്തിയിലും സംഘർഷം രൂക്ഷമാകുന്നു. ഇന്ത്യൻ സൈന്യം അതിക്രമിച്ചു കടന്നുവെന്നാരോപിച്ച് ടിബറ്റിലേക്കുള്ള പ്രവേശന കവാടമായ നാഥുല ചുരം ചൈന അടച്ചു. ഇതോടെ കൈലാസ് മാനസരോവർ തീർത്ഥയാത്ര പൂർണ്ണമായും തടസ്സപ്പെട്ടു. അമേരിക്കയിൽ ട്രംപ് മോദി കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടുമുൻപാണ് സിക്കിം അതിർത്തിയിലൂടെ ചൈനീസ് പട്ടാളം ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചത്. ഇന്ത്യൻ സൈന്യം നടത്തിയ പ്രതിരോധത്തിൽ ചൈനയുടെ ശ്രമം പരാജയപ്പെട്ടിരുന്നു. എന്നാൽ അതിക്രമിച്ചു കടന്നത് ഇന്ത്യൻ സൈനികരാണെന്ന് ചൈനയുടെ ആരോപണം. ഇതിന് പിന്നാലെ ടിബറ്റിലേക്കുള്ള പ്രവേശന കവാടമായ നാഥുല ചുരം ചൈന അടച്ചു. ഇന്ത്യൻ സൈന്യത്തിന്റെ 2 ബങ്കറുകൾ ചൈനീസ് പട്ടാളം തകർക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കൈലാസ് മാനസരോവർ തീർത്ഥാടകരുടെ ആശങ്ക ഉടൻ പരിഹരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കി. കാശ്മീർ അതിർത്തിയിൽ പാക് സൈന്യം തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിനിടെയാണ് സിക്കിം അതിർത്തിയിലെ ചൈനീസ് സൈനിക നടപടി. ഇന്റർനാഷണൽ ഡെസ്ക്, പീപ്പിൾ TV. പകർച്ചപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സർക്കാർ നേതൃത്വത്തിൽ നടക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. കണ്ണൂർ കോർപ്പറേഷനിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ശുചീകരണം ആരംഭിച്ചു. പനിയും പകർച്ചവ്യാധിയും പടരുന്ന സാഹചര്യത്തിൽ ഇവയെ പ്രതിരോധിക്കാൻ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ശുചീകരണ പരിപാടിക്ക് കണ്ണൂരിൽ തുടക്കമായി. കണ്ണൂർ കോർപ്പറേഷനിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു.
27, 28, 29 തീയതികളിലായാണ് സംസ്ഥാനത്ത് സർക്കാർ നേതൃത്വത്തിൽ ശുചീകരണം നടത്തുന്നത്. കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർവഹിച്ചു. എൻ.എ. നെല്ലിക്കുന്ന് MLA അധ്യക്ഷനായിരുന്നു. മലപ്പുറം വളാഞ്ചേരിയിൽ മന്ത്രി KT ജലീലിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. വയനാട് ജില്ലയിൽ മന്ത്രി VS സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തകുമാരിയുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. കോഴിക്കോട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ജില്ലയിലുടനീളം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. മറ്റ് ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ കണ്ണൂർ. സംസ്ഥാനത്ത് പകർച്ചപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സർക്കാർ നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തെക്കൻ കേരളത്തിലും തുടക്കമായി. CPIM-ഉം വർഗ ബഹുജന സംഘടനകളും നേതൃത്വം നൽകുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നിർവഹിച്ചു. 3 ദിവസങ്ങളിലായി നടക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളും വിവിധ മേഖലയിൽ നിന്നുള്ളവരും പങ്കാളികളായി. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് CPIM-ഉം വർഗ ബഹുജന സംഘടനകളും സംസ്ഥാന തലത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ പ്രസംഗം നടത്തേണ്ടുന്ന കാര്യമില്ല. പ്രസംഗിച്ച് കൊതുവിനെ പറത്താൻ കഴിയില്ല എന്ന അനുഭവത്തിൽ നമുക്ക് മനസ്സിലായതുകൊണ്ട് ഇനി എല്ലാവരും ചേർന്ന് കൊതുക് നശീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയിലേക്ക് ഇറങ്ങുന്നതാണ് നല്ലത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ. തുടർന്ന് പ്രവർത്തകരും CPIM-ന്റെ വർഗ ബഹുജന സംഘടനകളും വിവിധ മേഖലകളിൽ നിന്നുള്ളവരും ചേർന്ന് ആശുപത്രിയും പരിസര പ്രദേശങ്ങളും വൃത്തിയാക്കി. ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ തുടർച്ചയായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് മുൻ MP TN സീമ പറഞ്ഞു. സ്ഥായിയായിട്ടുള്ള മാലിന്യ സംസ്കരണ സംവിധാനങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ ഹരിത കേരള മിഷന്റെ ഭാഗമായിട്ട് ഇപ്പോൾ എല്ലാ ജില്ലകളിലെയും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ മാലിന്യ സംസ്കരണ പദ്ധതികൾ പരിശോധിക്കാനുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ, മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മേയർ VK പ്രശാന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. എറണാകുളം ജില്ലാതല ഉദ്ഘാടനം CPM ജില്ലാ സെക്രട്ടറി മുൻ MPയുമായ P രാജീവാണ് നിർവഹിച്ചത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മന്ത്രി G സുധാകരനും നേതൃത്വം നൽകി. മറ്റു ജില്ലകളിലും വിവിധ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ, സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ, NCC, സ്കൗട്ട്, സ്റ്റുഡൻസ് പോലീസ് എന്നിങ്ങനെയുള്ളവരും ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. കൈർലി TV മീഡിയ ക്ലബിന്റെ നേതൃത്വത്തിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. തിരുവനന്തപുരം പാളയം ആശാൻ സ്ക്വയറിന് മുന്നിലും യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിലും നടന്ന ക്ലീനിങ്ങിൽ കൈർലി TV ജീവനക്കാർ പങ്കെടുത്തു. സർക്കാരിന്റെ നേതൃത്വത്തിൽ അടുത്ത ദിവസങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വ്യവസായത്തിൽ കുതിക്കുമ്പോഴും ചൈനയുടെ ഒരു കാൽ കൃഷിക്കൊപ്പമാണ്. ആരെയും അത്ഭുതപ്പെടുത്തുന്ന പരീക്ഷണങ്ങളാണ് ചൈനീസ് കൃഷിയിടങ്ങളിൽ കാണാനാകുന്നത്. ജോൺ ബ്രിട്ടാസ് നടത്തിയ ചൈനീസ് യാത്രയിൽ നിന്ന്. ജാങ്ഷ്യ പ്രവിശ്യയിലെ ഒരു പോളി ഫാമാണിത്. കാർഷിക രംഗത്ത് ഒരു കുതിച്ചുകയറ്റമാണ് ചൈനയിൽ നടക്കുന്നത്. ആധുനിക സങ്കേതങ്ങൾ കാർഷിക മേഖലയിൽ നടപ്പാക്കിയതാണ് ഈ ഉൽപ്പാദനത്തിലെ വർധനവിന് കാരണം. ലോക വ്യാപാര സംഘടനയിൽ ചൈന അംഗമായതോടെ ഭക്ഷ്യ കയറ്റുമതിയും വൻതോതിൽ വർദ്ധിച്ചു. ജൈവകൃഷിയും പോളിഫാമുമാണ് ചൈനയിൽ ഇന്ന് ഫാഷൻ. ആധുനിക പോളിഫാമുകൾ കണ്ടാൽ ആരും അമ്പരന്ന് പോകും. ഉൽപാദനത്തിലെ സമൃദ്ധി ഫാമുകൾക്ക് ഉത്സവ പ്രതീതിയാണ് നൽകുന്നത്. കമ്പനികൾക്കും സഹകരണ കൂട്ടായ്മകൾക്കും ദീർഘകാലാടിസ്ഥാനത്തിൽ ചൈനീസ് ഗവൺമെന്റ് ഭൂമി പാട്ടത്തിന് നൽകുന്നു. ലാഭത്തിന്റെ 15% വിഹിതം തദ്ദേശീയ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഗ്രാമത്തിലെ തൊഴിലില്ലായ്മയ്ക്കും പട്ടിണിക്കും പരിഹാരം കാണാൻ ഇതൊരു പരിധിവരെ സഹായിക്കുകയും ചെയ്യുന്നു.
ചൈനയിലെ നൂതന കൃഷി സമ്പ്രദായങ്ങൾ ഏത് രാജ്യത്തിനും അനുകരിക്കാൻ കഴിയും. ചൈനീസ് ഗവൺമെന്റ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഒരു ബെൽറ്റ് ഒരു റോഡ് പദ്ധതിയിൽ കൃഷി വികസനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചൈനയിൽ നിന്ന് കൈരളിക്ക് വേണ്ടി ജോൺ ബ്രിട്ടാസ്. വാർത്തകളിലേക്ക്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ VVK പുരസ്കാരം ചെറുകഥാകൃത്ത് T പത്മനാഭനും IV ദാസ് പുരസ്കാരം ദേശാഭിമാനി സീനിയർ റിപ്പോർട്ടർ P ദിനേശനും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈമാറി. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. എഴുത്തുകാർ അവരുടെ സൃഷ്ടികളിലൂടെ മരണശേഷവും ജീവിക്കുമെന്നതുകൊണ്ടാണ് VVKയും IV ദാസും ജനമനസ്സുകളിൽ ഇപ്പോഴും മരണമില്ലാതെ തുടരുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രാവിലെ 8 മുതൽ രാത്രി 8 വരെയുള്ള ബാങ്കിന്റെ പ്രവർത്തനോദ്ഘാടനം മന്ത്രി KK ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സിവിൽ സർവീസ് റാങ്ക് ജേതാവ് രീഷ്മ രമേശിനെയും ചടങ്ങിൽ അനുമോദിച്ചു. സിനിമാ താരം മഞ്ജു പിള്ള, മണികണ്ഠൻ പട്ടാമ്പി എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. SSLC +2 ഉന്നത വിജയികൾക്കുള്ള അനുമോദനം കാരായി രാജൻ നിർവഹിച്ചു. ചടങ്ങിൽ AN ഷംസീർ MLA, ബാങ്ക് പ്രസിഡന്റ് കാരായി ബാലൻ, സെക്രട്ടറി P ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ജോയ് ആലുക്കാസ് ഗ്രൂപ്പിന്റെ ഷോപ്പ് ആൻഡ് വിൻ ഓഫറിന്റെ ആദ്യ നറുക്കെടുപ്പ് തൃശൂർ മാൾ ഓഫ് ജോയിൽ നടന്നു. ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാനും MDയുമായ ജോയ് ആലുക്കാസ് ആണ് നറുക്കെടുപ്പിന് തുടക്കം കുറിച്ചത്. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമുള്ള ഔട്ട്ലെറ്റുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികളായ ഉപഭോക്താക്കൾക്കായി ആകെ 60 കിലോഗ്രാം സ്വർണ്ണമാണ് ഓഫറിലൂടെ നൽകുക. ഗ്രൂപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് 10,000 രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട്, സ്വർണ്ണാഭരണം, വസ്ത്രങ്ങൾ എന്നിവ വാങ്ങുന്നവർക്കാണ് സമ്മാന കൂപ്പണുകൾ ലഭ്യമാവുക. വിലയിൽ കിഴിവില്ലാതെ പഴയ സ്വർണം മാറ്റിവാങ്ങാനുള്ള അവസരവും ഓഫറിനൊപ്പം ജോയ് ആലുക്കാസ് ഒരുക്കും.